പ്രായമൊക്കെ ആയില്ലേ, കുറച്ച് നേരം സിനിമ കാണാൻ ഓർത്ത് സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഇതാ കിടക്കണം പരസ്യം. അപ്പം അമ്മ ഓർത്തു ഓഗസ്റ്റ് 15 ആണല്ലോ, ന്യൂസ് പേപ്പർ നോക്കാൻ ഓർത്തു. ആ ന്യൂസ് പേപ്പർ എടുത്തപ്പോൾ ഇതാ അമ്മമ്മ പിന്നെയും ഞെട്ടി. ന്യൂസ് കണ്ടില്ല അമ്മമ്മ അങ്ങനെ പത്രം വായിക്കുന്ന ശീലമില്ല. പിന്നെ ഈ വലിയ പ്രായത്തിൻ്റെ അല്ല, ജലദോഷം പിടിച്ചു. അമ്മമ്മ കണ്ടത് ന്യൂസ് പേപ്പർ നോക്കിയപ്പോൾ 2 ന്യൂസ് പേപ്പർ. നാളെ പത്രം ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇതാ ഫ്രണ്ട് പേജ് നിറയെ പരസ്യം. 2ാമത്തെ പേജില്ല കേട്ടോ, മാതൃഭൂമി എഴുത്തും പിന്നെ വാർത്തയാണ്. 2ാമത്തെ പത്രം എടുത്തപ്പോഴും ഇതാ പരസ്യം. ഇതാ പ്രമാണമായി തന്നെ പരസ്യം. അവിടെയും പരസ്യം, ഇവിടെയും പരസ്യം, ഇവിടെയും പരസ്യം. അമ്മമ്മനെ പോലെ തന്നെ വേറൊരു അമ്മാമ്മനെ, എൻ്റെ കർത്താവേ, അമ്മമ്മയുടെ കൊച്ചുമോളായിരിക്കോ ആർക്കറിയാം. അപ്പോൾ അമ്മമ്മ ഓർത്തു എന്നാൽ പിന്നെ വേറൊരു പത്രം നോക്കാം. ഇതെന്തിങ്ങനെ പരസ്യം, ഓഗസ്റ്റ് 15 ആണോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലോ. അപ്പോൾ മനോരമ എടുത്തു. മനോരമ അതിനേക്കാൾ മത്സരിച്ചൊരു പരസ്യം ചെയ്യുന്നത്. ഇപ്പം ഇതാ 2nd ന്യൂസ് പേപ്പർ വരെ പരസ്യം. ഒട്ടും കുറവില്ല. ഇതാ അമ്മാമ്മയുടെ കൊച്ചുമോളെ വേറെ. ഇതാ 3, 4 ഇത് എത്രാമത്തേത്? 1, 2, 3ാമത്തെ ഫ്രണ്ട് പേജ്. അപ്പം അമ്മമ്മ വിചാരിച്ചു മേ ബി ഓഗസ്റ്റ് 15 ആയതുകൊണ്ടായിരിക്കും ഇത്രയും പരസ്യം. അപ്പം ഒരു കാര്യം ചെയ്തു, വേറെ പത്രം വേറെ ഡേറ്റിൽ 6-ാം തീയതി അതും ഫ്രണ്ട് പേജ് പരസ്യം. 9-ാം തീയതിക്കാണ് കോമഡിയാണ്. 4 പേജ് പരസ്യം. 8-ാം തീയതി അങ്ങനെ തന്നെ. സോറി കേട്ടോ, 8 ഫ്രണ്ട് പേജ് മാത്രമേ ഉള്ളൂ. പകരം 8-ാം തീയതി തന്നെ മെയിൻ വാർത്താ പേജ്. അമ്മാമ്മയുടെ കാലത്ത് പരസ്യം എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഫ്രണ്ട് പേജിൻ്റെ ഒരു സൈഡിലായിരുന്നു, ഒരു മൂലയ്ക്ക്. ഇതിപ്പോൾ എന്താണ്, ഇത് ന്യൂസാണോ അത് പരസ്യത്തിന് വേണ്ടിയിട്ടാണോ പത്രം മേടിക്കണേ, അത് ന്യൂസിന് വേണ്ടിയിട്ടാണോ പരസ്യം മേടിക്കണേന്ന് അമ്മമ്മയ്ക്ക് അറിയത്തില്ല. 15-ാം തീയതിയിലത്തെ ഇത് ഇന്നത്തെ മനോരമയുടെ പത്രമാണ്. മെയിൻ പത്രം കൂടാണ്ട് കുഞ്ഞ് വേറൊരു പത്രം, അതും സെയിം തിങ്. ഇതിപ്പോൾ ഞാൻ എന്തിനാണ് ഈ പത്രം മേടിക്കുന്നത്? ആറി ടി വിയിൽ പരസ്യം കഴിഞ്ഞു, എന്നാൽ അമ്മ പോയി TV കാണട്ടെ, കുറച്ച് സിനിമയെങ്കിലും കാണാം. കട്ട് ചെയ്യാണ്ടിരുന്ന ഭാഗ്യം.